ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. കോളേജിലെ IQAC കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ, ടൂറിസം സ്റ്റഡീസ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ജോബ് ഫെയർ. ആമസോൺ, ഫ്ലിപ്കാർട്ട് അടക്കമുള്ള കമ്പനികളിലായി 70-ൽ പരം തൊഴിലവസരങ്ങൾ ഫെയറിൽ ലഭ്യമായി. ഉദ്യോഗാർത്ഥികൾക്ക് അഭികാമ്യമായ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ നടന്ന മെഗാ ജോബ് ഫെയർ ശ്രദ്ധേയമായി. ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന ഏതാണ്ട് ഒരു 5 മുതൽ 10 വരെ ഏതാണ്ട് കമ്പനികൾ ഏതാണ്ട് ഇത് ഇനിയും അവർ വേറെ പുതിയ കമ്പനികളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ലോട്ടിന് വേണ്ടി. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഹയർ സ്റ്റഡീസിന് തന്നെ കൂടുതൽ ഓപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയും കമ്പനികൾക്ക് കുട്ടികളെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു ആശങ്കയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതിന് 70-ഓളം കുട്ടികളാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയും കുട്ടികൾ ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ റിക്വയർഡ് ഫോർമാറ്റിൽ നിൽക്കുന്ന രീതിയിലേക്ക് എത്ര പേരെ അവർ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല. അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഇന്റർവ്യൂ. അപ്പം നന്നായി പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ഓപ്പർച്യൂണിറ്റികൾ നന്നായി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊരു കമ്പനി നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോബ് അഷ്വേർഡ് ആണ്. കാരണം അത്രമാത്രം വേക്കൻസീസ് ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത്രമാത്രം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം കോളേജിലെ IQAC കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ, ടൂറിസം സ്റ്റഡീസ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കോളേജസ് ഇങ്ങനെ ഈ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റി മാറി ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ഡിഗ്രിയോട് കൂടി ഇങ്ങനെ ആഡ് ഓൺ കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചുമ്മാ എന്താ, നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് ഈ ആഡ് ഓൺ തരുന്നത്? നമ്മൾ നോർമലായിട്ട് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും അല്ലേ? അപ്പം ഒരു ജോബ് മാർക്കറ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. അപ്പം നിങ്ങൾ ഒരിടത്ത് എത്തുമ്പോൾ ഒരു പൊസിഷന് വേണ്ടി 100 1000 കുട്ടികൾ ആ സെയിം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെയിം പൊസിഷന് വേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കമ്പനി വിളിക്കുന്നത് ഒരേ ഒരു വേക്കൻസിയിലോട്ടായിരിക്കും, പക്ഷെ അതിന് അപ്ലൈ ചെയ്യുന്നത് ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് ആയിരിക്കും അല്ലേ? ഐസോൾ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റുമായി സഹകരിച്ചായിരുന്നു പ്ലേസ്മെന്റ് ഡ്രൈവ്. സെപ്റ്റോ, എലിക്സർ ഹിൽസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് അടക്കമുള്ള കമ്പനികളിലായി 70-ൽ പരം തൊഴിലവസരങ്ങൾ ഫെയറിൽ ലഭ്യമായി. ഈ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് നമ്മളുടെ വെന്യൂവിലേക്ക് ഒരു സ്ക്രീനിങ്ങിലേക്ക് വിളിക്കും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആയ അവർക്ക് ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതൊക്കെ ഫീൽഡിലാണ് ഇൻഡസ്ട്രിയിൽ റെലവൻസ് ആയിട്ട് സ്കോപ്പ് ഉള്ളത്, അതിന് എന്തൊക്കെ സ്കിൽസാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെ പ്ലേസ്ഡ് ആയവരും പ്ലേസ്ഡ് ആവാത്തവരും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം. പ്ലേസ്ഡ് ആവാത്തവർ ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്കിൽസാണ് അക്വയർ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് കിട്ടും. ഏതൊക്കെ കമ്പനിയുടെയാണ് വേക്കൻസീസ് ധാരാളം ഹയറിങ്സിൽ വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുപ്രകാരം നിങ്ങൾക്കൊരു ബെറ്റർ കരിയർ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KM സുധാകരൻ, മറ്റ് കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. SSV കോളേജിലെ മാത്രമല്ല പുറമേ നിന്നുള്ള തൊഴിലന്വേഷകരും ജോബ് ഫെയറിലെത്തി. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഡിഗ്രി വാട്ട് ടു ഡു, വെയർ ടു ഗോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ പറ്റി തന്നെ ആദ്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ എങ്ങനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു? ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയാണ്, അന്ന് +2 ഇല്ല. പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു ഇന്ത്യൻ എയർഫോഴ്സിലേക്ക്. അപ്പം അന്ന് എനിക്ക് ജനറൽ നോളജിലൊക്കെ, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ ഇംഗ്ലീഷൊന്നും അത്ര ഇതല്ലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കും, ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുറേ പേര് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ വരുമ്പോൾ കുറേയൊക്കെ ഹിന്ദി പറയുമ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.